യെസ്. അപ്പോ നമ്മൾ നോക്കണം, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഇതാണ്, ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ദ സ്പീഷ്യസ് in the reaction A plus B gives C plus D are 2, 3, 10 and 6 mole liter inverse respectively. At 300 Kelvin, delta G naught for the reaction is question. Question അത് ഗംഭീര ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ക്വസ്റ്റ്യൻ വളരെ വലുതാണെന്നൊക്കെ ഉള്ളൂ, പക്ഷെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹായ്, എൻ്റെ പേര് ആകാശ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ മോൾഡോവയിലാണ്. ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയാണ്, യുക്രൈൻ്റെ അടുത്തൊക്കെയാണ്. ഞാനിവിടെ വെറ്റിനറി കോഴ്സ് പഠിക്കുകയാണ്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മോൾഡോ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ വരാൻ കാരണം ബ്രൈറ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണ്. ആൻഡ് ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ദം. മനസ്സിലായോ? മനസ്സിലായോ? പെണ്ണിന്റെ കളർ ഓക്കെ അല്ലേ? പെണ്ണിന്റെ കളർ ഓക്കെ ആണ്. മിസ്സേ വൈറ്റ് ആയിരുന്നു ബെറ്റർ. വൈറ്റ് ആണോ ബെറ്റർ? ഓക്കെ. യെസ്. അപ്പോ ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു എന്താണ് പിള്ളേരെ? ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞാൽ ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? -2.303 log kc. Yes. RT log kc. Okay. Okay, kc. ഇതിൽ kc തന്നിട്ടുണ്ടോ പിള്ളേരെ? kc തന്നിട്ടുണ്ടോ? kc തന്നിട്ടുണ്ടോ? Yes, miss. kc തന്നിട്ടുണ്ടോ? kc തന്നിട്ടുണ്ടോ? ഇല്ല. kc തന്നിട്ടുണ്ടോ? kc തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ kc തന്നിട്ടില്ല. കോൺസെൻട്രേഷൻസ് തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. kc കോൺസെൻട്രേഷൻ ഇത് വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ. സോ ദ ഇക്വേഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പിള്ളേരെ? കണക്ട് ചെയ്യാന്നുള്ളതാണ് കണ്ടീഷൻ. ഇക്വേഷൻസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഡെൽറ്റ സി നോട്ട് ഇസ് ഈക്വൽ ടു പറഞ്ഞു കഴിഞ്ഞാല് -2.303 RT log kc എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷന് എന്ന് പറയുന്ന ഇക്വേഷന് kc എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കോൺസെൻട്രേഷൻ ഓഫ് D into concentration of C divided by concentration of A into concentration of B എന്ന് എഴുതാം. ഓക്കെ അല്ലേ? Yes, ma'am. മിസ്സേ kc 10 കിട്ടുമല്ലോ. ടെമ്പറേച്ചർ വന്നിട്ട് multiplication into -2.303 into 2 into 300 into log D concentration 60/10. Okay. 60/6 വരും, അപ്പൊ 10 കിട്ടും. Okay. ഒരു മിനിറ്റ്. ഇതൊന്നും മ്യൂട്ട് ചെയ്യുന്നു കേട്ടോ. ഹലോ, കേൾക്കണ്ടോ? യെസ് മിസ്, കേൾക്കാം. കേൾക്കാനുണ്ട് അല്ലേ? ഹലോ. ഓക്കെ. ഓക്കെ അല്ലേ കുട്ടാ? ഓക്കെ അല്ലേ? മിസ്, പക്ഷെ സ്ക്രീൻ പോയി. സ്ക്രീൻ ഇപ്പൊ ശരിയാക്കിയതാ കേട്ടോ. സ്ക്രീൻ ഇപ്പൊ ശരിയാക്കിയതാ. ഓക്കെ. എക്കോ ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. വരുന്നുണ്ടോ?
സെലക്ട് ചെയ്ത് കറണ്ട് പേജ് ഭയങ്കര അക്കൗണ്ട് അല്ലേ? ആ വരുന്നില്ലേ? ഇല്ല. മക്കളെ എക്കോ ഉണ്ടോ? ആ കുട്ടിയോട് മ്യൂട്ട് ചെയ്യണം. ഹലോ ഹലോ മിസ് പറയണത് നിങ്ങൾക്ക് എക്കോ ആയിട്ട് വരുന്നുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. ഇപ്പൊ കുറച്ച് കുഴപ്പമില്ല. എക്കോ ഉണ്ട്, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. എന്താണ് നല്ല എക്കോ ഉണ്ട് മാം. എക്കോ ഉണ്ട്? പിള്ളേരെ കേൾക്കാണ്ടോ? ഹലോ കേൾക്കാണ്ടോ? കേൾക്കാം. കേൾക്കില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ പിള്ളേരെ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? ഹലോ, യെസ് യെസ്, ഓക്കെ ഗൗതം, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡെൽറ്റ സി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നിങ്ങളുടെ മൈനസ് 0.303 RT ലോഗ് സ്പേസിലാണ്. Kc കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. Kc is equal to concentration of product divided by concentration of reactant ആണ് വരിക. So നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കും മൈനസ് 2.303 RT എന്താ പറയുക ലോഗ് കോൺസെൻട്രേഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സി ടി ആണ്. സി 10 ആണ്, ഡി 10 ആണ്. അപ്പൊ എന്ത് വരും? 10 into 6 ഡിവൈഡഡ് ബൈ എന്ത് വരും? 3 into 2 അല്ല 2 into 3 വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ആക്ച്വലി നോക്കിക്കോളൂ, ഇതെന്താ വരിക? ഇനി 2 3 വീട്ടിൽ കത്തി പോയി. ഓക്കെ അല്ലേ? 2 ആളല്ലേ? 2 ആളല്ലേ? കത്തി പോയില്ലേ? ലോഗ് 10 മാത്രം വരാം. അപ്പൊ ലോഗ് 10 അല്ലേ? ആണോ? അല്ലടാ പിള്ളേരെ, കറക്റ്റ് അല്ലേടാ? യെസ് മാം. കറക്റ്റ് അല്ലേടാ? യെസ് മാം. ഓക്കെ ഗുഡ്. അപ്പൊ ഇത് നമുക്ക് അതിലേക്ക് കുക്കിംഗ് ഈക്വൽ ടു മൈനസ് 2.303 into 300 into 1 ചെയ്തോ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഉണ്ട്, എല്ലാവരും മൈനസ് ഉണ്ട്. അതിൽ ഓപ്ഷൻ വരില്ല. മൂന്നെണ്ണമാണ് മൈനസ് ഉള്ളത്. വോയിസ് ക്ലിയർ അല്ല എന്നാണോ പറയുന്നത്? ക്ലിയർ അല്ലായിട്ടുണ്ടോ പിള്ളേരെ?
മിസ് ദൂരേക്ക് പോകുന്തോറും സൗണ്ട് ഭയങ്കര കുറവാകുന്നു. സൗണ്ട് കുറവാണോ കൂട്ടാ? യെസ് മാം, ദൂരെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര കുറവായിട്ടാ കേൾക്കുന്നത്. ഓ, അടുത്ത് വരുമ്പോ പറയാൻ കേൾക്കുന്നുണ്ടെന്നാണോ പറയണത് അല്ലെ? അടുത്ത് വരുമ്പോ നന്നായി പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ ചിലപ്പോ ക്ലോസ് ടു ആയിട്ട് വന്നിട്ട് പറയാം, ശ്രമിക്കാം. ടീച്ചർ ക്ലോസ് ആയിട്ട് വന്നിട്ട് പറയാം. ഓക്കെ മാം. ഇപ്പൊ എന്താ പറ്റിയെന്ന് അറിയില്ല. സാധാരണ എടുക്കുന്ന പോലെ തന്നെയാണ് ടീച്ചർ ക്ലാസ് നമ്മള് ചെയ്യുന്നത്. എന്താ പ്രശ്നം എന്ന് അറിയില്ല കേട്ടോ. സ്ക്രീനൊക്കെ കാണാനുള്ളത് ഓക്കെ അല്ലേ? യെസ് മാം, സ്ക്രീനൊക്കെ ക്ലിയറാ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തോ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഉത്തരം എന്താ വരിക? സർ തേർഡ് ഓപ്ഷൻ ആണോ? ഏതാ വരിക ഓപ്ഷൻ? ഓപ്ഷൻ 3 അല്ലേ മിസ്? നമുക്ക് എന്താ വരിക? ഇതിന്റെ ചെയ്യാൻ 3. മിസ്സേ ഓപ്ഷൻ 3 അല്ലേ? Yes, yes. Okay, 2, 3, 0, 3 into 10 raised to minus 3 into 2 into 10 raised to 3 into 10 raised to 2 എന്ന് വരും. Okay, അപ്പൊ 10 raised to 2 പോകും, 10 raised to 2 പോകുമ്പോൾ 10 raised to minus 1 മാത്രമേ വരുള്ളൂ. Minus 2, 3, 0, 3 into 3 ആണ്. അപ്പൊ minus 2, 3, 0, 3 into 6 ആണ് വരിക. So multiply എന്ത് വരും? Into 10 raised to minus 1 ആണ്. So 1, 3, 8, 1, 8. So 8. അല്ലേ? അല്ലേ കുട്ടി? യെസ് മാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ 3 ആണ് വരിക. തേർഡ് ഓപ്ഷൻ ആണ് വരിക. കിട്ടിയില്ലേ? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഡയറക്റ്റ് കാൽക്കുലേഷൻ മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ജസ്റ്റ് കാൽക്കുലേഷൻ ആണ് കേട്ടോ. ജസ്റ്റ് കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ Okay, ma'am. മാത്രമാണ് വന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയാൽ അടുത്ത ക്വസ്റ്റൻ Yes, ma'am. Yes, ma'am. അടുത്ത ക്വസ്റ്റൻ ടീച്ചർ. Okay, miss. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ വളരെ ക്വസ്റ്റൻ തന്നെയാണ്. 2023 എന്താണ് പറയുക? ടീച്ചർ പറഞ്ഞ ഒരു ക്വസ്റ്റൻ തന്നെയാണ്. Elemental given option, which of the following molecule ion act as a Lewis acid? എന്താണ് പറയുക? എന്താ പറയുക? ക്വസ്റ്റൻ ആണ്. Which of the following, കേട്ടോ, which of the following molecule or ion act as a Lewis acid? എന്താണ് Lewis acid? എന്താ Lewis acid? Electron pair accept ചെയ്യുന്ന. Yes, electron acceptor. Electron എന്താണ് accept ചെയ്യുന്ന species. Electron accept ചെയ്യുന്ന species ആണ്. Electron gain ചെയ്യുന്ന species ആണ്. Okay, electron gain ചെയ്യുന്ന species ആണ്. Electron gain ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മള് ഡെഫിഷ്യന്റ് ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ ബാക്കില് ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. അല്ലെ? ബാക്കില് ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. അല്ലെ കണ്ടീഷൻ? അല്ലെ? പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബാക്കില് ഡി ഓർബിറ്റൽ ആയിരിക്കണം. ഇതിന് മൂന്നെണ്ണത്തിന് ഏതെങ്കിലും ഒന്ന് കാണിക്കല്ലേ? ഇവിടെ അപ്പോ പോസിറ്റീവ് ആയിട്ട് നോക്കണ്ട. പിന്നെ വരുന്നത് ബാക്കിലേക്ക് ഡി ഓർബിറ്റൽ ഉണ്ടോ നോക്കിക്കേ. ഇവിടെ ബി ബ്ലോക്ക് എലമെന്റ്സ് ആരും തന്നെ ഇല്ലല്ലോ. ബി ബ്ലോക്ക് എലമെന്റ്സ് ആരും തന്നെ ഇല്ലല്ലോ. ഇല്ല, ബി ബ്ലോക്ക് എലമെന്റ്സ് ആരും തന്നെ ഇല്ല. അപ്പോ ഇത് നോക്കണ്ട. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആളാണ് നോക്കേണ്ടത്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇതിലാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത്.
3 അല്ലേ ഓപ്ഷൻ 3 Yes, DS3 option 3 ആണ്. Elements എടുക്കാനുള്ളത് എന്ന് പറയുമ്പോൾ there is a lone pair. lone pair ഉണ്ട്. H2O എന്ന് പറയുമ്പോൾ ഇപ്പോഴും കണ്ടത് രണ്ട് lone pair ഉണ്ട്. OH എന്ന് പറയുമ്പോൾ there is a minus charge ഉണ്ട്. So അങ്ങനെ വരുമ്പോൾ എന്താണ് BF3 F there is only 6 electron. അപ്പോൾ ഒക്ടറ്റിനേക്കാളും 2 ഇലക്ട്രോൺ കുറവാണ്. BF3 is the octet deficient ആയിട്ടുള്ള സ്പീഷീസ് ആണ്. സോ ഏതാണ് ഓപ്ഷൻ വരിക? BF3. കിട്ടിയോ? യെസ് മാം ക്ലിയർ ഇതുവാണല്ലേ വളരെ സിമ്പിൾ ആയിട്ടല്ലേ ക്വസ്റ്റ്യൻസ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, NH3 H2 ബേസ് ആവോ? ലൂയിസ് ബേസ് വരുമോ? ലൂയിസ് ബേസ്. ബാക്കി എല്ലാവരും ലൂയിസ് ബേസ് ആവും. എല്ലാവരും തന്നെ ഇലക്ട്രോൺസ് ഇല്ലേ? ഓക്കെ മിസ്. ഇത് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ. ഓക്കെ മിസ് ക്ലിയർ ആ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോ അത് എനിക്ക് മണിക്കൂർ സെക്ഷനിൽ എക്സാമ്പിൾ ആണല്ലോ. നോക്കുക, acidic buffer is prepared by mixing. An acidic buffer is prepared by mixing. Acidic buffer prepared by mixing. Weak acid and its salt with a strong base. Acidic buffer എന്താ buffer എന്ന് പറയുന്നത്? Buffer എന്തായാലും buffer two type ഉണ്ടാകുമോ? എന്താണ്? Acid buffer ഉണ്ടാകുമോ? Basic buffer ഉണ്ടാകുന്നത്. Acidic buffer, basic buffer. Acidic buffer നമ്മൾ weak acid plus salt of weak acid plus strong base. And basic buffer എന്താണ്? Weak base plus salt of എന്താണ്? Weak base plus strong acid. ഇതല്ലായിരുന്നത് അല്ല, ഇതല്ലേ ആയിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഏതാ ഓപ്ഷൻ വരിക? ഏതാ ഓപ്ഷൻ വരിക? എന്താ വരിക? ഫസ്റ്റ് ഓപ്ഷൻ. എന്താ പറയുക? വീക്ക് ആസിഡ് ആൻഡ് സോൾട്ട് ഓഫ് വിത്ത് സ്ട്രോങ് ബേസ് അല്ലേ? ഓപ്ഷൻ 1 ആണ് ഇത്. മറ്റുള്ളതൊക്കെ എന്താ? ഈക്വൽ വോളിയം ഓഫ് വീക്ക് മോളൽ സൊല്യൂഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. വീക്ക് ആസിഡ് വരുമോ? അത് വരുന്നുണ്ടെങ്കിൽ എന്താ വരിക? സിമ്പിൾ ബഫർ അല്ലേ വരിക? അത് സിമ്പിൾ ബഫർ അല്ലേ? ആസിഡും ബേസിന്റെ കോംബോ വരെ സിമ്പിൾ ബഫർ അല്ലേ? അല്ലേ? സ്ട്രോങ് ആസിഡും സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് വരിക ബഫർ അല്ല. സ്ട്രോങ് ആസിഡ് ആൻഡ് സോൾട്ട് ഓഫ് വീക്ക് ബേസ് വരെ അതും ബഫർ അല്ല. ഓപ്ഷൻ 1 ആണ് വരുന്നത്. കണ്ടോ, ഡയറക്റ്റ് തിയറി കേട്ടോ. പറഞ്ഞിരിക്കുന്ന കണ്ടന്റിന് മാത്രമല്ലേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ കേട്ടാ. ഇത് പറഞ്ഞ കണ്ടന്റിന് മാത്രമാണ് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസിന്റെ PDF ഗ്രൂപ്പിൽ അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് തരാം, ടാസ്ക് തരും. ഇതും 2024 ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. 2024 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടാസ്ക് ആണ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റായില്ലേ? ഈ ക്വസ്റ്റ്യൻ സെറ്റായില്ലേ? ആ കൺസെപ്റ്റ് ഇതാണ് ക്വസ്റ്റ്യൻ. കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Okay, clear ആണ്. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ പിള്ളേരെ 3O2 ഗ്യാസ് കേട്ടോ. 3 എന്താണ്? O2 ഗ്യാസ് ഉണ്ട്, gives 2O3 ഗ്യാസ് ഉണ്ട്. For the above reaction, at 298 Kelvin, Kc is found to be 3 into 10 raised to minus 59. If the concentration of O2 at equilibrium is
0.040 molar. Then concentration of O3 in molar is dash. മനസ്സിലായോ? മനസ്സിലായോ? കണ്ടീഷൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? There is a reaction, equivalent reaction. 3O2 gives 2O3. രണ്ടും reaction ആണ്. ഇതിന്റെ KC എന്ന് പറയുന്ന KC 3 into 10⁻⁻⁵ ആണ്. And equilibrium and the O2 actually equilibrium is O2 ന്റെ concentration ആണ് ഇവിടെ. O2 ന്റെ concentration എന്ന് പറയുന്നത് 0.04 ആണ്. മോളാർ ആണ്. Find the concentration of O3 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, O3 യുടെ concentration എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കേ ഓക്കേ Yes, ma'am. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? Clear ആണ് മാം. എങ്ങനെ എന്ത് ചെയ്യണം ടീച്ചർ? യെസ്, എങ്ങനെ എന്ത് ചെയ്യണം? എങ്ങനെ എന്ത് ചെയ്യണം? Kc is equal to product by reactants. Yes, very good. Kc is equal to concentration of product by reactant. ചെയ്യണം. Okay. So Kc is equal to the product ആണ്. ഇനി ഇവിടെ Kc എന്ന് പറയുന്നത് അറിയാം 3 into 10⁻⁻⁵ into എന്താണെന്ന് പറയാം 59 ആണ് കേട്ടോ. 3 into 10⁻⁻⁵ into എന്ത് വരുന്നത് 59 is equal to product ആണ് ഓക്കെ. Concentration of O3 raised to 2 divided by concentration of O2 raised to 3. ഇത് വരുന്നത് അല്ലേ? കുട്ടിയല്ലേ? കുട്ടിയല്ലേ? യെസ് യെസ് യെസ്. എന്ത് വരും? 3 into 10⁻⁻⁵ into ഈ O2 ന്റെ കോൺസെൻട്രേഷൻ കൂടിക്ക് വരുമ്പോൾ 0.04 raised to 3 is equal to O3 raised to 2. ഉറപ്പല്ലേ? ഇതിന്റെ കളിയാണോ? ഓക്കെ. 3 into 10⁻⁻⁵ into 4 into 10⁻⁻⁻2 raised to 3 is equal to O3 raised to 2. അല്ലേ? 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 Yes, miss. അല്ലേ? ഇനി എന്താ 3 into 10⁻⁻⁻⁵ into 4 cube എത്രയാ? 4 cube 84. എത്രയാ? 84. 84. എത്രയാ? 84. 84. ഓക്കെ. 4 into 4 എത്രയാ? into 4 അല്ലേ? 4 into 4 എത്രയാ? Yes. 60. into 4 എത്രയാ? 16 into 4 എത്രയാ? We say 64. 64. 64 അല്ലേ? 64 ആണോ? 84 എന്ന് കേട്ട പോലെ തോന്നിട്ടില്ല. അതാ ടീച്ചർ അതൊന്ന് കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു? 64 into എന്ത് വരും? 10⁻⁻⁶ into is equal to O3 raised to 2. കേട്ടോ. എടാ ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആ കാൽക്കുലേഷൻ പറഞ്ഞു തരുന്നതാണ്. ഞാനിത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് സ്റ്റെപ്സ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫുൾ സ്റ്റെപ്സ് ഇതിൽ കാണിച്ചു തരുന്നതാണ്. ആ സൊല്യൂഷൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. എടാ 16 10 കൂടി ആഡ് ചെയ്യുന്നത് വരും. പിന്നെ ആൻസർ വരും 3 into
64 into 10 raised to minus 59 plus minus 6 എന്ത് വരും? Minus 65 is equal to 43 raised to ഇതല്ലേ വരിക? Yes, miss. അല്ലേ? ആ ഇനി നോക്കണം 3 into 64 എത്ര? 3 into 64 3 into 64 3 into 64 എത്രയാ? 192. 182. Okay, 182. 192 into 10 raised to minus 65. 10 raised to minus 65 is equal to 43 raised to 2. ഇനി concentration of 40 കണ്ടുപിടിക്കാനായിട്ട് square root of 192 into 10 raised to minus 65 എന്ന് എഴുതാം. ഇത് കണ്ടുപിടിക്കണം. ഇതിനെന്താ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കാര്യം. ഇതിന്റെ ആൻസറാണ് നമുക്ക് ആവശ്യം. സ്ക്വയർ റൂട്ട് ഓഫ് 192 into 10 raised to minus 65. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? Yes, ma'am. ആ ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? അതായത് ഇതുവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, ഉറപ്പായിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് മാത്സ് കുറച്ച് അറിഞ്ഞാൽ മതി, കുറച്ച് കണക്കറിഞ്ഞാൽ മതി. കെമിസ്ട്രിയുടെ ഒരു വണിയില്ല ഇവിടെ. കെമിസ്ട്രി ആ ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പ്യുവർ മാത്സ് അപ്ലൈ ചെയ്യുന്നു. ഇനി പ്യുവർ മാത്സ് പറഞ്ഞുതരാം. എന്താണ്? is equal to drop 192 into 10 raised to minus 65. 65നെ സ്ക്വയർ റൂട്ട് ഉണ്ടോ അല്ലെങ്കിൽ 65നെ ബൈ 2 ചെയ്യാൻ പറ്റുമോ? 65 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലല്ലോ. Root 10 raised to minus x equal to 10 raised to minus x by 2 എന്നല്ലേ നമുക്ക് എഴുതാം? അല്ലെ? റൂട്ട് എന്ന് വെച്ചാൽ 1/2 അല്ലേ? അല്ലെ? -65നെ ബൈ 2 ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമുക്ക് ഡെസിമൽ പോയിന്റ്സ് അല്ലേ കിട്ടുക, അല്ലേ? Yes, miss. decimal ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് ആ -65 അല്ലേ, ആ -65ന്ന് ഒരു മൈനസിനെ പുറത്തേക്ക് എടുക്കും. എന്തിട്ട് 192 into 10 raised to minus 1 into 10 raised to minus 64 ആവും. ഓക്കെ ആയോ? ഓക്കെ ആയോ? Yes, ma'am. ഇത് നോക്കിയുടെ സ്ഥലം ഇതെന്ത് വരും? 90.2 into 10 raised to minus 64 അല്ലേ? Yes, ma'am. ഇനി 2ന്റെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് -64 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര വരിക? 10 raised to 64 പകുതി. 64 പകുതി. ആ 64 പകുതിയിലില്ല. -32. Yes. ഇവിടെ 32 വരുന്ന ഓരോരോ ഓപ്ഷനിലെ ഓപ്ഷൻ 4 അല്ലേ? Yes, ma'am. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരുമ്പോൾ -2 എന്തെങ്കിലും പോയിന്റ് വ്യത്യാസമുണ്ടെങ്കിൽ അതിങ്ങോട്ട് ഉറപ്പിച്ച് കുത്താൻ പാടില്ല, തെറ്റിച്ച് കണ്ടപ്പോൾ തന്നെ കുത്താൻ പാടില്ല. കാരണം ഈ 90.2ല് ചിലപ്പോൾ ഡെസിമൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് മുന്നിലേക്കോ ബാക്കിലേക്കോ ഇറക്കിയിട്ടുള്ള ബാങ്ക് വാല്യൂസ് മാറ്റാം കേട്ടോ. അവിടെ ഡിസിയുടെ കറക്ഷൻസ് ഉണ്ടാക്കാം. മനസ്സിലായോ? അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എടുത്തപ്പോ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം നമുക്ക് 16 25ന്റെയും ഇടയിലല്ലടാ ഈ 90.2 വരുന്നത്. 16 4 14 4അല്ലേ? 5ന്റെ 2
അല്ലേ? അപ്പൊ 4.38 വരുമ്പോൾ കറക്റ്റ് ആവും. ഫൈവിന്റെ ഇടയിലല്ലേ ഉത്തരം വരുള്ളൂ യെസ് മാം. അല്ലേ? അപ്പൊ കറക്റ്റ് എന്താണ് ഓപ്ഷൻ 4 തന്നെയാണ് ആൻസർ. ഓപ്ഷൻ 4 തന്നെയാണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നിങ്ങൾക്ക് സെറ്റില്ല, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? കാൽക്കുലേഷൻസ് ഡൗട്ട് ഇല്ലല്ലോ പിള്ളേരെ? ന്യൂമറിക്കൽസ് ആണ്, കാൽക്കുലേഷൻസ് തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിൽ മാറ്റം വരും. ഇല്ല മാം, ഓക്കെ ആണ്. ഓക്കെ ആണ്. ഗുഡ് ഗുഡ് ഗുഡ്. Yes. Okay, next question നോക്കിയാലോ പിള്ളേരെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. എന്താ വായിച്ചേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? pH of a solution containing 50 ml each of 0.10 molar sodium acetate and 0.01 molar acetic acid is that given pKa of CH3COOH is 4.57. Okay, then. Okay, then. Question clear? Question clear? ഒരു രണ്ട് ക്വസ്റ്റ്യൻ കണ്ടോ? രണ്ട് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു ചാപ്റ്റർ. അഥവാ ക്യൂബ്രിമം ചാപ്റ്ററിന് ഒരു ഇയറിൽ 2 ക്വസ്റ്റ്യനോളം എന്തായാലും വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഇച്ച് പറഞ്ഞ വെയിറ്റേജ് ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ. പക്ഷെ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ലല്ലോ, നമ്മൾ എടുത്ത ഭാഗത്ത് തന്നെയല്ലേ വരുന്നുള്ളൂ. ഇത് പറയാതെ തന്നെ വരുമോ? കേട്ടോ, നമ്മൾ പറയുന്ന റേഞ്ച് തന്നെ വരുമോ? വേറെ ഒന്നും വരില്ല. ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇതാ pH ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, pH ആണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? 50 ml ഒക്കെ ഉണ്ട്. ഇഷ്ടമായി 50 ml ഒക്കെ ഉണ്ട്. ഓക്കെ, കോൺസെൻട്രേഷൻ പറയുന്നത് 0.10 മോളാർ സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ് ആരൊക്കെ? CH3COONA ആണ് സോഡിയം അസറ്റേറ്റ്. പ്ലസ് ആരൊക്കെ? അസിറ്റിക് ആണ്. CH3COOH ആണ്. ഈ കോംബോ ആണ്. CH3COOH ആരാ? CH3COOH ആസിഡ് അല്ലേ? CH3COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CH3COOH-ന്റെയും NaOH-ന്റെയും മിക്സർ അല്ലേ? അങ്ങനെ OH പോകുമ്പല്ലേ CH3COOH എന്ന് പറയുന്നത് സ്ട്രോങ് ബേസും വീക്ക് ആസിഡ് ബേസ് കോംബോ അല്ലേ? യെസ് മാം. അപ്പൊ ഈ കോംബോ ആക്ച്വലി ആസിഡ് ബഫർ അല്ലേ മിസ് ഇത്? ഈ കോംബോ ആരാണ്? ഈ കോംബോ ആസിഡിക് ബഫർ അല്ലേ? യെസ് മിസ്. അല്ലേ? അല്ലേടാ പിള്ളേരെ, ആസിഡിക് ബഫർ അല്ലേ? അതെ മാം. ആസിഡിക് ബഫർ ആണ്. അപ്പോ നോക്കടാ, ആസിഡിക് ബഫറിന്റെ pH നെ പറ്റി കാൽക്കുലേഷൻ ഉണ്ടാവും. pH is equal to pKa plus log concentration of salt by concentration of acid. pKa യുടെ വാല്യൂ 0.57 plus log salt 0.1 divided by acid 0.01. അതായത് 0.1 divided by 0.01 10 raised to minus 1 divided by 10 raised to minus 1 into 10 raised to minus 1 അല്ലേ? 10 raised to minus 2.
അല്ലെ? കട്ടിങ് പോയി എന്ത് വരും? വരും. ഓക്കെ അല്ലേ? അല്ലേ? അപ്പൊ ലോകത്തെ ലോകത്തെ മണ്ണാണ്. സോ 4.57 പ്ലസ് 1 വരും. പ്ലസ് 1 വരും. ഓക്കെ. പെൻസിലിന്റെ വില 57 ഓപ്ഷൻ 4. എന്താ? ഓപ്ഷൻ 4 വരും മിസ്. ഓപ്ഷൻ 4 5.57. ഓക്കെ അല്ലേ? ഒരു അസിഡിക് ബഫർ ആണ് അതെന്നുള്ള ബോധം മാത്രം നമുക്ക് ഉണ്ടായാൽ മതി കേട്ടോ. അസിഡിക് ബഫർ ആണ് എന്ന ബോധം മാത്രം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒരു കാര്യം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. വേറെ ഒരു വലിയ അണക്കന കാര്യവും അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഇതിൽ ഇല്ല. ഓക്കെ അല്ലേ? മിസ് അപ്പൊ അസിഡിക് ബഫറിന്റെയും ബേസിക് ബഫറിന്റെയും എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാ പോരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്? അതെ, അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അസിഡിക് ബഫർ ആണോ ബേസിക് ബഫർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായാൽ മതി കേട്ടോ. മിസ് ഇത്രേ ഉള്ളൂ. അതായത് വീക്ക് ആസിഡ് ആണ്. വീക്ക് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും സോൾട്ട് ആണ്. ശ്രദ്ധിക്കുക, ഒരു സോൾട്ട് ശ്രദ്ധിക്കുക, ഒരു സോൾട്ട് എന്ന് പറയുന്ന ആളുകൾ ആസിഡ് ബേസ് എങ്ങനെ ഉണ്ടാവുക? ഒരു ആസിഡും ഒരു ബേസും കൂടി ചേർന്നാലാണ് സോൾട്ട് ഉണ്ടാവുക. ഇതില് ഇത് പറയുമ്പോൾ നമ്മുടെ NaOH പ്ലസ് HCl കൂടി ചേർന്നാൽ NaCl ഉണ്ടാകും എന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? Na പ്ലസ് Cl മൈനസ് എപ്പോഴും എന്താ മക്കളെ? കാറ്റയോൺ ഓഫ് ബേസ്, അതുപോലെ ആനിയോൺ ഓഫ് ആസിഡ് കമ്പയർ ചെയ്തായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? സോൾട്ട് ഉണ്ടാവുക. അപ്പൊ ആസിഡിൽ നിന്ന് ആനിയോണും ബേസിൽ നിന്ന് കാറ്റയോണും ആണ് വരിക കേട്ടോ. PC ബേസിൽ നിന്ന് കാറ്റയോൺ ABC അല്ലെ? ആനിയോൺ ആസിഡിലേക്ക് AA, PC ബേസിൽ നിന്ന് കാറ്റയോൺ. മനസ്സിലാ? ABC ഓർത്താൽ മതി. ഓക്കെ ഓക്കെ. അതായത് സോൾട്ട് ആരാ ആസിഡ് ആരാ അല്ലെങ്കിൽ സോൾട്ടിൽ നിന്ന് ആസിഡും ബേസ് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടാ. എന്താ മിണ്ടില്ലല്ലോ ആരും? എന്താ മിണ്ടാത്തെ? ഓക്കെയാണ്. ആ മിണ്ടണ്ടേ, ഞാനല്ലെങ്കിൽ പേടിക്കില്ലേ? ഓക്കെ അല്ലേ? യെസ് മാം. അപ്പൊ അതൊന്നും എന്ത് ചെയ്യാം? അപ്പൊ അത് തിരിച്ചിട്ട് ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അതൊരു ഹിന്ദു നമുക്കാണ്. അത്ര ഹിന്ദു നമുക്കാണ് ആക്ച്വലി. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കട്ടെ. കേട്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ? നോക്കി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 0.01 molar acetic acid solution is 1% ionized. Then pH of this acetic acid solution is dash. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പല്ലേ? 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 ഓക്കെ. അപ്പോ ഇതാണ് കണ്ടീഷൻ എന്ന സാധനം. അതായത് ഇതാണ് കണ്ടീഷൻ. ഇതാണ് കണ്ടീഷൻ എന്ന സാധനം. ഓക്കെ. അതായത് നോക്കുക, അസെപ്റ്റിക് ആസിഡ് ആണ്. അസെപ്റ്റിക് ആസിഡ് ആണ്. അസെപ്റ്റിക് ആസിഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. 1% അയണൈസ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൊത്തമായിട്ട് അയണൈസ്ഡ്
അതായത് ഇത് നോക്കൂ, നമ്മളിങ്ങനെ CH3COOH അയണൈസ് ചെയ്തിട്ട് CH3COO മൈനസ് പ്ലസ് H+ വിചാരിക്കുക. ഓക്കെ, നമ്മള് ഇനീഷ്യൽ ടൈമില് C കോൺസെൻട്രേഷൻ ഓഫ് അസിറ്റിക് ആസിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 0 COO 0 H+ ആണ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ CH3COOH നിന്ന് ടീച്ചർ പറയാണ് മുഴുവനായിട്ടും ഡിസോസിയേറ്റ് ചെയ്ത് പോയില്ല, അയണൈസ് ചെയ്ത് പോയില്ല. കംപ്ലീറ്റ് അയണൈസേഷനോ കംപ്ലീറ്റ് ഡിസോസിയേഷനോ നടന്നിട്ടില്ല. അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ കംപ്ലീറ്റ് ഡിസോസിയേഷനോ അല്ലെങ്കിൽ അയണൈസേഷനോ നടന്നിട്ടില്ല എങ്കിൽ C ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഉണ്ട്. അറ്റ് ഇക്വിലിബ്രിയം ടൈമില് ഇക്വിലിബ്രിയത്തില് C മൈനസ് CR ആണ് ഇറങ്ങി പോവുക. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഇത്ര ഡിഗ്രി എന്ന് പറയാം. അതെങ്ങനെ നോക്കിയേ, ഇവിടെ ന്റെ പെർസെന്റേജ് ആണ് 1 തന്നിരിക്കുന്നത്. ഓക്കെ, 1 തന്നിരിക്കുന്നത്. അപ്പോ മനസ്സിലായോ? അതായത് 1% അയണൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ നിന്ന് അസിറ്റിക് ആസിഡ് 1% മാത്രമേ അയണൈസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 99% അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ അഥവാ ഡിഗ്രി ഓഫ് അയണൈസേഷന്റെ പെർസെന്റേജ് താമസിരിക്കെ ആ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ആൽഫയുടെ വാല്യൂ അവിടെ എന്ത് കിട്ടും? 10⁻²? കിട്ടും. ഉറപ്പായോ? ഉറപ്പായോ? ഒരു മോള് CH3COOH നിന്ന് ഒരു മോള് CH3COO മൈനസും ഒരു മോള് H+ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ C ആൽഫ അല്ലേ അയണൈസ് ചെയ്ത് പോണേ? ആ C ആൽഫയിൽ നിന്ന് എത്ര CH3COOH ഉണ്ടായിട്ടുണ്ടാവും? ഉറപ്പാണോ? അതായത് ഒരു കാർബൺ അതായത് കോൺസെൻട്രേഷൻ മുഴുവൻ C മുഴുവൻ ഇറങ്ങി പോവാണെങ്കിൽ CHCO മൈനസും H+ഉം CC ഉണ്ടായാലേ. പക്ഷെ മുഴുവനായിട്ട് ഡിസോസിയേഷൻ ചെയ്യാത്ത സമയത്ത് നമ്മൾ C ആൽഫ എന്നാണ് അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, C ആൽഫ എന്നാണ് അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ എത്രയാണ്? C എത്രയാണ്? 0.01 ആണ്. ആൽഫ നമുക്ക് തിരികെ -2 തന്നെയാണ്. ഓക്കെ, pH ഇക്വേഷൻ എന്താ പറയുക? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലേ? ഈ കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് C ആൽഫ അല്ലേ? ദാറ്റ് മീൻസ് മൈനസ് ലോഗ് C ആൽഫ ചെയ്താണ് pH വരെ. മനസ്സിലായോ? മനസ്സിലായോ? യെസ് മാം, ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് pH എന്ന് വരും മൈനസ് ലോഗ് 0.01 into 10⁻² വരെ. അപ്പോ മൈനസ് ലോഗ് 10⁻⁻4 വരെ. ലോഗ് ലോഗ് വരെ. അപ്പോ മൈനസ് 4 ലോഗ് 10 ലോഗ് 10 വന്നാകുമ്പോ 4 അല്ലേ pH കിട്ടുക? ഓപ്ഷൻ 4 അല്ലേ? ഓപ്ഷൻ ഡി അല്ലേ കിട്ടിയത്? യെസ് മാം, കിട്ടി. ക്ലിയർ അല്ലേ പിള്ളേരെ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ കാരണം ഈ C ആൽഫ അവിടെ എടുക്കാൻ കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 0.01 മോളാർ അസിറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ അവിടെ എടുക്കാത്തതിന് കാരണം C ആൽഫ അവിടെ അയണൈസ് 1% ആണെന്നത് കൊണ്ടാണ്.
ഇനി കംപ്ലീറ്റ്ലി അയണൈസ്ഡ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് H+ന്റെ കോൺസെൻട്രേഷൻ ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. മനസ്സിലായോ? അതായത് എടുത്ത കോൺസെൻട്രേഷൻ മുഴുവൻ H+ ആയിട്ട് പോയി. ഇപ്പൊ 1 മോൾ മുഴുവൻ H+ ആയിട്ട് പോയെങ്കിൽ 0.01 മോളാർ മുഴുവൻ 0.01 H+ ആയിട്ട് പോയില്ലേ? അപ്പൊ കംപ്ലീറ്റ് ഡിസോസിയേഷൻ എടുക്കുന്ന സമയത്ത് എന്താണോ ആസിഡിന്റെ കോൺസെൻട്രേഷൻ അത് തന്നെയായിരിക്കും H+ന്റെ കോൺസെൻട്രേഷൻ. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ആൽഫ C-ആൽഫ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 100% ഡിസോസിയേറ്റ് ചെയ്തു എന്ന് അവർ പറയുന്നില്ല. 100% ഡിസോസിയേഷൻ അവർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഓക്കെ മാം, ക്ലിയർ ആയി. ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. Yes. On the question IQ. Question വായിച്ചോ? യെസ് മാം, വായിച്ചു. ഈസി അല്ലേ? യെസ് മാം, KC ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നല്ലേ പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് വെച്ചിട്ട് ചെയ്യുന്നല്ലേ മിസ്? ഡയറക്റ്റ് സാധനം, ഡയറക്റ്റ് കണ്ടോ, ഡയറക്റ്റ് സാധനം വന്നിരിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചേക്ക്. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ 1 liter of capacity container at 300 Kelvin. A plus B gives C plus B. If 1 mole of each of A and B are present initially and at equilibrium, 0.7 and 7 mole of C is formed. Then equilibrium constant Kc for the reaction is. കേട്ടോ, റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിയേ എന്താ കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എന്താ 1 liter എന്താണ് നിങ്ങളെ കപ്പാസിറ്റി ആണുള്ളത്. അതില് 1 mole of each A and B C present initially at the equilibrium, 0.7 mole of C is formed. Then equilibrium constant Kc4 എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു ട്വിസ്റ്റ് ഉണ്ട്, there is a twist കേട്ടോ, there is a twist, ഒരു ട്വിസ്റ്റ് ഉണ്ട്. ശ്രദ്ധിക്കുക, ട്വിസ്റ്റ് ഉള്ളത് അതായത് ഹോളിൽ നമുക്കുണ്ട് എന്താ C plus D എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ, A plus B gives C plus D എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അത് ഇഷ്ടമായി 1 liter കപ്പാസിറ്റിയിലാണ് തന്നത്. അതും കൊള്ളാം, ഭയങ്കര ഇഷ്ടമായിരുന്ന കാര്യമാണ് കേട്ടോ. ഇനി കണ്ടീഷൻ ഇതാണ് വേറെ. 1 mole of each element are taken as initially. അപ്പോ T initial എന്ന് പറയുമ്പോൾ ഇത് 1 0 0 ഉറപ്പാണോ? ഉറപ്പല്ലേ? യെസ് മാം. ഈ പറയുന്ന വിഷയമാണ് കേട്ടോ. T-യില് 0.7 mole of C is formed. അയ്യോ, C 0.7 mole ആണ് പറയുന്നത്. ഇതാണ് വന്നിരിക്കുന്നത്. ബാക്കി ആരുടെയും വന്നിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇനീഷ്യൽ മാത്രം വന്നിട്ടുള്ളൂ. ബാക്കി ആരുടെ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ വന്നിട്ടില്ല. സി മാത്രം ഇക്വിലിബ്രിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? മനസ്സിലായോ?
എയും ടിയും ഇനീഷ്യൽ ടൈം തന്നിരിക്കണേ, ഇനീഷ്യലുള്ളത് തന്നിരിക്കണേ. സി തന്നിരിക്കുന്ന ഇക്വിലിബ്രിയത്തില് കെ സി കണ്ടുപിടിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എയും ബിയും സിയും ഡിയും ഒക്കെ ഇക്വിലിബ്രിയത്തിലൊന്ന് കണ്ടുപിടിക്കണ്ടേ? യെസ് മാം. അപ്പത്തേക്കും എങ്ങനെ ചെയ്യുന്നു? അപ്പൊ മനസ്സിലായില്ലേ, ഡയറക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇല്ല. മനസ്സിലായില്ലേ? ഒന്നുമില്ല, ഇതിനുള്ളത് ഇതും വന്നല്ലേ. അപ്പൊ എയും ബിയും എത്രയാണ് എടുക്കുന്നത് അത്ര തന്നെയല്ലേ ബിയും സിയും ഉണ്ടായിട്ടുള്ളൂ. യെസ് മാം. എല്ലാവരും പറഞ്ഞല്ലേ. അല്ലേ? മിസ് അപ്പൊ സി ആൽഫ 0.7 വരുമോ? സി അപ്പൊ 0.7 ആണെങ്കിൽ ബി എത്രയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? 0.3. നോക്കടാ, എ കണ്ടെടുക്കുമ്പോ ബി കണ്ടെടുക്കുമ്പോ സിയും ബിയും ഉണ്ടെങ്കിലേ കിട്ടണേ. അപ്പൊ എല്ലാം 0.7 വരത്തില്ലേ മിസ്സേ? അപ്പൊ 0.7 വരില്ല മിസ്. അപ്പം എയും ബിയും ഡിയും. അപ്പൊ എ പറയുക ബി പറയുക 0.7 ആണ്, ഡിയും 0.7 അല്ലേ? യെസ് മാം. 1 മോളിൽ നിന്ന് 0.7 അല്ലെങ്കിൽ ഇനീഷ്യലി ഒരു 1 മോൾ തന്നിട്ട് ഇവിടേക്ക് പോയിരിക്കുന്നത് 7 മോളല്ലേ, അപ്പൊ 0.7 മോളല്ലേ, അപ്പൊ ബാക്കി നമ്മുടെ കിടക്കുന്നുണ്ടാവില്ലേ? അതായത് എ പോയിട്ട് ഉണ്ടാവാം 1 മൈനസ് 0.7 ആണ്, ബിയും പോയിട്ട് ഉണ്ടാവാം 1 മൈനസ് 0.7 അല്ലേ? ഒരു മോഡ് എടുത്ത് ഇവര്, പക്ഷെ റിയാലിറ്റിയിൽ 0.3 വരില്ലേ? മാത്രമാണ്. ഓ 0.3 വരില്ലേ മിസ് എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ സിയുടെ സി ആൽഫ ചെയ്യുമ്പോൾ? മനസ്സിലായില്ലേ? 0.3 അതന്നെ കേട്ടോ. യെസ് യെസ്. അപ്പോ ഇത് നമ്പർ ഓഫ് മോൾസ് 0.3 ആണ്, 0.3 ആണ്, 0.7 ആണ്, 0.7 ആണ്. കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോൾസിനെ ഡിവൈഡ് ബൈ 1 ചെയ്തു. 0.3 ഡിവൈഡ് ബൈ 1, 0.7 ബൈ 1, 1 0.7 ബൈ 1. ഇങ്ങനെ കോൺസെൻട്രേഷൻ ആകണോ? Conservation number of moles by volume. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. സോ നമുക്ക് ഇനി divide by 3 square ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മിസ്. ഡിവൈഡ് ബൈ KC അല്ലേ? So that is equal to 49 by 9 വരും. 45 54 അല്ലേ? ഓപ്ഷൻ ഡി വരും. ക്ലിയർ അല്ലേ? Yes, okay, അപ്പോ ഈവനിങ് ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടീച്ചർ ചെയ്ത് തന്നതാ നിങ്ങൾക്ക് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നന്നായി തോന്നണില്ലേ ഇപ്പൊ? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നന്നായി തിയറി നന്നായി പഠിച്ചു നിങ്ങള്. അത് ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴാണ് ക്വസ്റ്റ്യൻ എവിടെ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാകുന്നത് അല്ലേ?
ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇങ്ങനെ വളർന്നൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. മനസ്സിലായോ? ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ ഇത് നമ്മൾ എടുത്ത് പ്രീവാക്യൂ എടുത്ത് അത് അങ്ങനെ എടുത്ത് ചെയ്തത് കേട്ടോ. ബാക്കി 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇനിയാ ക്വസ്റ്റ്യൻസ് വരിക. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഇനിയാ വരിക കേട്ടോ. നമ്മൾ ചെയ്ത എക്സാമ്പിൾസ് വെച്ച് തന്നെ ക്വസ്റ്റ്യൻസ് വരിക. ഇത് കൺസെപ്റ്റ് മാത്രം പഠിച്ചതുകൊണ്ട് ക്വസ്റ്റ്യൻ ആവില്ല. അതുകൊണ്ടാണ് മീൻസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് കൂടി ടീച്ചർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നത്. ഇനി ഇതിന്റെ PDF ടീച്ചർ തരാം. നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്. മെറ്റീരിയൽ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇയർ വൈസ് ഉണ്ട്, അതിൽ റീസെന്റ് ഉള്ള ഇയർ വൈസ് ക്വസ്റ്റ്യൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇത്. അപ്പൊ അത് വെച്ച് സോൾവ് ചെയ്യാം. ഇതും PDF ആയിട്ട് അയച്ചു തരാൻ ടീച്ചർ കേട്ടോ. ഇതന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആവും. Yes, question വായിച്ചിട്ടേ. അത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ സ്ലൈഡ് വെച്ച് പറഞ്ഞു. സോറി, ഇതൊന്നും ചെയ്തായിട്ട് നോക്കിയേ. ക്വസ്റ്റ്യൻ വായിച്ചോക്കിയേ. ക്വസ്റ്റ്യൻ വായിച്ചോക്കിയേ. വായിക്കാം. വായിച്ചോ? യെസ് മിസ്, വായിച്ചു. വായിച്ചു അല്ലേ? ഓക്കെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ കേട്ട് പറഞ്ഞിരിക്കുന്നത് the solubility product of BaSO4. Solubility product is HC. HC of BaSO4 1.5 into and raised to -9. Molar solubility of BaSO4 is solubility. BaSO4 the solubility. Otherwise, X is equal to 0.1 molar. Solution of BaSO3 is അങ്ങനെ BaSO3 അതായത് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് BaSO4 0.1 മോളാർ BaSO4ന്റെ ഇതിന് വരുമ്പോൾ ഏതാ സോളിബിലിറ്റി എങ്കിൽ സോളിബിലിറ്റി പ്രൊഡക്റ്റ് എങ്കിൽ BaSO4ന്റെ സോളിബിലിറ്റി എത്രയാണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് കേട്ടോ. ഇത് NaOH ആണ്. എന്ത് പറഞ്ഞിരിക്കുന്നത്? NaOH ആണ്. BaSO3 ആണ് തന്നിരിക്കുന്നത്. രണ്ട് പേര് തന്നിട്ടുണ്ടല്ലോ. BaSO4 എന്ന് പറയുന്നതാണ് associated with the BaSO SO4 2- ആകുന്നുണ്ട്. ഓക്കെ അല്ലേ? അത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. BaNO3 provides associated with the BaNO+2 plus 2NO3 minus ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ. 0.1 molar solution of BaNO3 ഇത് 0.1 ആണെങ്കിൽ ഇതും 0.1 ആണ്. ഇത് 2 ആണ്. ഓർക്കല്ലേ? ഓർക്കല്ലേ? BaSO4 സോളിബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് ഇത് സോളിബിലിറ്റി അഥവാ കോൺസെൻട്രേഷൻ എക്സ് ആണെങ്കിൽ BaSO4 എക്സ് ആണ്. SO4 എസ് അല്ലേ?
അല്ലേ? ഇത് ഓക്കെയാണോ? Yes, ഇപ്പൊ ma'am. എഴുതിയിരിക്കുന്ന കാര്യം ഓക്കെയാണോ? പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെയാണോ? ഓക്കെ ആണ് മാം. കാരണം ഇതിലാണ് രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത്. സോളിബിലിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BaSO4 കോൺസെൻട്രേഷൻ അതോ സോളിബിലിറ്റി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് ആണ് H3. പക്ഷെ ഇത് രണ്ട് കോമൺ ആയതല്ലേ? കോമൺ ആയതല്ലേ? അത് രണ്ട് കോമൺ ആയതല്ലേ? അപ്പോ ആക്ച്വലി BA2+. BaSO4 BaSO4 എന്ന് പറയുമ്പോൾ actually concentration of Ba2+ into concentration of SO4 അല്ലേ വരാം? അല്ലെ? BaSO4 എന്ന് പറയുമ്പോൾ രണ്ട് BaSO4 S+0.1 അല്ലേ വരാം? അല്ലെ? S+0.1 അല്ലേ വരാം? അല്ലേ? അല്ലേടാ? അല്ലടാ? ആണോ? യെസ് മാം. അല്ലേ? 0.1 അല്ലേ വരിക? S+0.1 അല്ലേ വരിക? അല്ലേ? അപ്പോ S എന്ന് പറഞ്ഞ സോളിബിലിറ്റി നമുക്ക് അറിയില്ല. അപ്പോ S എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ S+0.1 നിങ്ങൾക്ക് എടുത്തു നടന്നു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യാം? ബുദ്ധിപൂർവ്വം S+0.1 എന്നുള്ളത് S വളരെ ചെറിയ വാല്യൂ ആണ് കിട്ടുകയെങ്കിൽ എസിന് നമ്മൾ എന്ത് ചെയ്യാം? ആ Ba2+ന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ എന്താക്കി മാറ്റുക? S+0.1 എസിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. മനസ്സിലായോ? അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ മാം. അപ്പോ ഇത് 0.1 എടുക്കുന്നു ഇൻറ്റു അത് എസ് ആയിട്ട് എടുക്കുക. കാരണം ഇങ്ങനെ വേറെ ആളില്ലല്ലോ. ഒരു എസ് ആയിട്ട് തന്നെ എടുക്കുക. അതെന്ന് പറയുന്നത് 1.5 into 10⁻⁻⁹. അപ്പോ S is equal to എന്ത് വരിക? 1.5 into 10⁻⁹ divided by 0.1. അഥവാ എന്ത് വരും? 10⁻⁻⁻1. ഓക്കെ അല്ലേ? അപ്പോ ഇതിലെ 10⁻⁻ കട്ടിയിരിക്കുമ്പോൾ 10⁻⁻8 വരും. ഏതാണ് ഇത് വരിക? ഏതാണ് ഇത്? കിട്ടിയാ? കിട്ടിയാ? മിസ്സേ ഒരു 0.1 കൂടെ വരില്ലേ? എന്താ? മിസ്സേ BA2+ന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 0.1 ആയിട്ട് എടുത്ത്. SO4 2- ന്റെ S ആയിട്ട് എടുത്ത്. ആ S ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഇക്വേഷനകത്ത് x⁻x+y എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? S⁻x+y എന്ന്. അതായത് അത് എന്തുകൊണ്ടാണ് എടുക്കാൻ പറ്റില്ല? അത് അവിടെ നമ്മള് ഒരു സോൾട്ടിന്റെ കാര്യമല്ലേ പറയണേ? ഇവിടെ രണ്ട് പേര് വന്നപ്പോ കോമൺ അയോണിക് ഇഫക്റ്റ് ഉണ്ടാവും. ഒരു കോമൺ അയോണിക് ഇഫക്റ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ കോമൺ അയോൺ വരുമ്പോ കോൺസെൻട്രേഷൻ കൂടുതൽ കഴിയും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയും ചെയ്യും. സോ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് KSP ഇടാണ്ടത്. മനസ്സിലായ? ഇങ്ങനെ രണ്ട് സോൾട്ടുകൾ തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാളും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ ആണോ?
ഓക്കെ ആണോ? യെസ് മാം, ഒരു വട്ടം ഓക്കെ കൂടി ആണ്. പറയണോ ഗംഗ? ഒരു വട്ടം കൂടി പറയണോ ടീച്ചർ? ഇത് ഒരു വട്ടം കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? പറഞ്ഞാൽ നല്ലതായിരിക്കും മിസ്സേ, കുറച്ചുകൂടെ ക്ലിയർ ആവുമല്ലോ. ഓ ആ ഒരു വട്ടം കൂടി പറയാം. ഓക്കെ, പറഞ്ഞാൽ നല്ലതായിരിക്കും മിസ്സേ. നോക്കുക, നമ്മുടെ കോഡ് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലസും SO4 മൈനസും ആണ് ആകും. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് BS4 ആണ്. അതായത് ഇതിന്റെ സോളിഡിറ്റി നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ സോളിഡിറ്റി നമുക്ക് ഇതും ഒക്കെ എസ് ആയിരിക്കും. അതായത് 1:1 റേഷ്യോ ആണ്. കാരണം ഇതൊക്കെ 1 മോളാണ് വരുന്നത്. സോ 1 മോള് വരുന്നത് ഇത് എസ് ആണെങ്കിൽ ഇതൊക്കെ എസ് ആണ് തരും. അതൊക്കെ അല്ലേ? ഇനി ഇതില് ഓൾറെഡി വേറൊരു സോൾട്ടും കൂടി ഇൻവോൾവ് ആണ് പറയുന്നത്. അതായത് BaSO3 twice gives എന്ത് വരും മക്കളെ? Ba2 plus 2SO4 അല്ല 2NO3 മൈനസ്. ഇനി ഇത് എസ് ആയിരുന്നെങ്കിൽ ഇത് എസും ഇത് 2S ആയിരുന്നേനെ. മനസ്സിലായോ? ഇനി ഈ എക്സിന്റെ പകരം ഇവരുടെ ഓൾറെഡി 0.1 മോൾ നമുക്ക് 0.1 മോളാണെങ്കിൽ ഇത് 0.1 മോളാകും. ഇത് 0.1 മോളാകും. ഇത് 2 into 0.1 മോളാകും ആവുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഈ ആൾക്ക് ഇവിടെ ഒരു പങ്കുമില്ല. കാരണം കോമണല്ല, ഇവനിവിടെ ഒരു പങ്കുമില്ലേ. പക്ഷേ ഇവര് ഒളിച്ച് കിടക്കുമ്പോ ഇവര് മൂന്നാളുമാണ് ആക്ട് ചെയ്യുക. അപ്പൊ ആക്ച്വലി കോൺസെൻട്രേഷൻ ഓഫ് PA പ്ലസ് ഇൻ ദ സൊല്യൂഷൻ എന്ത് ചെയ്യുന്ന എക്സ് പ്ലസ് 0.1 ആവും. അപ്പോ ഇതിനെ നെഗറ്റീവ് ചെയ്തിട്ട് 0.1 മോളാർ ആക്കി. ഇതിന്റെ കൂടി വരുമ്പോൾ ഓക്കെ. ഇനി കോൺസെൻട്രേഷൻ ഓഫ് SO4 മൈനസ് ഒരു ബന്ധവും നടക്കുന്ന. അപ്പോ നമുക്കറിയാം പോസിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് BaSO4 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് PA2 പ്ലസ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് SO4 മൈനസ് ആണ്. കാരണം രണ്ട് ഡിഫറെന്റ് കോൺസെൻട്രേഷനിലാണ് BaSO4 പ്ലസിന്റെ കോൺസെൻട്രേഷൻ സെയിം അല്ല. കാരണം ഇത് 0.1 മോളാറും ഇത് എസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി എസ് പ്ലസ് 0.1 മോളാർ ആണെങ്കിലും ഇത് രണ്ടും ഡിഫറെന്റ് കോൺസെൻട്രേഷനിലാണ് കോമൺ ആയോ? രണ്ട് സോൾട്ടുകളുടെ റിസൾട്ട്സ് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ വരുമ്പോ ഒരിക്കലും ഒരു AB സൊല്യൂട്ട് ആണെങ്കിലും KSP എന്ന് പറയുന്നത് S² വരുന്നതിനാ പാടില്ല. കാരണം സെയിം കോൺസെൻട്രേഷൻ വരുമ്പോഴാണ് S² ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. രണ്ട് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ 1.5 into 10 മൈനസ് 9 എന്ന് പറയുന്നത് 0.1 into S കൊടുക്കുന്നത് എസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാണ്. X is equal to 1.5 into 10 minus 9 divided by 0.1. So 0.1 minus 1 into 8 that is 1.5 into 10 minus 8. Okay ആണോ? ഓക്കെ മിസ്, കറക്റ്റ് ആയി, ക്ലിയർ ആയി. അതെ, എനിക്ക് പറഞ്ഞില്ലേ നിങ്ങളിപ്പോ KSP പഠിച്ചു. ഇപ്പൊ KSP പഠിച്ച ഡയറക്റ്റ് ഒരു KSP ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിക്കറിയാം നിങ്ങൾ KSP ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നു. അതുകൊണ്ടാണ് ടീച്ചറോട് വെറൈറ്റി ക്വസ്റ്റ്യൻ കാണിച്ചത്. 1.5 തന്നിട്ട് കണ്ടോ രണ്ട് സോൾട്ടുകളുടെ പ്രസൻസിൽ റിയാക്ഷൻ തരുമ്പോ അതാണ് ടീച്ചർ അങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എടുത്തേ കേട്ടോ. ടീച്ചർ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സെലക്ട് ചെയ്തത്. Okay. Yes.
ഇതൊക്കെ തന്നെ ചെയ്താൽ അതിന്റെ 5 to 3 minutes തരാം, 2 to 3 minutes തരാം, ജസ്റ്റ് ഡു. ഇത് സിമ്പിൾ സാധനം നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു 2 minutes തരാം, വേഗം വായിച്ചിട്ട് വേഗം വിളിക്കാം. Miss, ഓ option 4 ആണോ? എന്താണ് കുട്ടാ? Option 4 ആണോ? യെസ് കേട്ടോ, ഓപ്ഷൻ 4 ആണ്. Sorry. Okay ma'am, clear ആകും. ക്ലിയർ അല്ലേ? അതായത് പറഞ്ഞില്ലേ 2020 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സിമ്പിൾസ് ആണല്ലേ വന്നിരിക്കുന്നത്. Miss, next question. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, ഒന്ന് ആദ്യം കിട്ടാത്ത ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ തരാം. Hydrolysis of sucrose given by the following reaction: glucose plus H2O gives glucose plus fructose എന്നാണ് പറയുന്നത്. In the equilibrium constant case, and 300 Kelvin, the value of delta zeta at the same temperature will be. എന്താണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? കേട്ടോ, ഉറപ്പല്ലേ? അപ്പോ നിങ്ങൾ ഇവിടെ എന്താ ഇവിടെ ഓക്കെ. പക്ഷേ ഇവിടെ ലോഗ് എന്നുള്ളതിരിക്കുന്ന എല്ലാം എന്താ, നാച്ചുറൽ ലോഗാണ്. അതായത് 2.303 log എന്ന് പറഞ്ഞാലാണ് എല്ലാം. മനസ്സിലായത്? delta T0 is equal to minus RT element phase ആണ്. So R എന്ന് പറയുമ്പോൾ 8.312 ആണ്, minus 8.314 into temperature 300 and then 2 into 10 raised to 13. Just അതായത് എലമെന്റിന്റെ ഫോർമുല എഴുതാൻ കിട്ടിയാൽ മതി എന്നുണ്ടോ അല്ലേ? അപ്പോ ഓപ്ഷൻ 4 ആണ്. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. delta G0 equal to RT ln Kc. അതുപോലെ delta G0 is equal to minus 2.303 RT log Kc. Okay. So log in the formula everything equation ഉപയോഗിക്കാൻ രണ്ട് ഫോമാണ് ഇക്വേഷൻ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. Okay, ma'am. Okay. Yes. ഇതൊന്നും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത
ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത നമുക്ക് അതേപോലെ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് ഒന്ന് നോക്കി വായിച്ചു നോക്കി ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു. ടു ആണോ ആൻസർ? എന്താണ് ടു സെക്കൻഡ് ആണോ? ആണോ ആൻസർ? യെസ് മാം, യെസ് യെസ്. ഇതെന്താണ് ഞാൻ ഡിഗ്രി കാണിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? അതിന്റെ പോലെ ഉണ്ടല്ലോ. നോക്കാം. ഗംഗയ്ക്ക് എന്തായാലും ചൂ കിട്ടിയിട്ടുണ്ട്. ചൂ ആണ് കിട്ടിയത് അല്ലേ? നിങ്ങൾക്ക് അറിയില്ല, ചെയ്ത് നോക്കണം കേട്ടോ. നോക്കാം. എടാ എങ്ങനെ ആവശ്യം ഓക്കെ. എടാ എന്നെ find the solubility of NiOH. NiOH twice. Dissociate to Ni2 plus 2OH minus. അപ്പോ NiOH അപ്പൊ ഇങ്ങനെ എസ് കൊടുത്തു. ഇത് എസ്, ഇത് 2s ആണ്. ഓക്കെ. ഇനി OH ഉണ്ട്, Na പ്ലസ് OH മൈനസ് സ്ട്രോങ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ ഇത് 0.1 ആണെങ്കിൽ 0.1 0.1. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് കോമൺ ഉണ്ടോ? കോമൺ ആണ്. ആരാ കോമൺ ആയോ? OH മൈനസ്. OH മൈനസ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ കെമിസ്ട്രി എങ്ങനെ എഴുതണം? Kst is equal to concentration of Ni2 plus into concentration of OH minus raised to 2. ഇങ്ങനെ എഴുതണ്ടായിരുന്നു. അത് എസ് എന്ന് എടുത്തു. ഇനി OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് 2s versus 0.1 വരെ അല്ലെ? ഇത് corresponding to 0.1 മാത്രമാണ്. 2s പറഞ്ഞ കോൺട്രാക്ട് ഇക്വേഷൻ വരില്ലേ? അപ്പൊ 2s ടീച്ചർ മാറ്റി, അതായത് പ്രോബബിലിറ്റി ഭയങ്കര ചെറുതായിരിക്കും. അത് 2 ദിവസം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനേക്കാൾ ചെറുതായിട്ട് വരും. ഓക്കെ. 0.001 ഒക്കെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഡെസിമൽ പോയിന്റ് വലുതാവല്ലേ ചെയ്യാം. മീൻസ് ചെറിയ വാല്യൂലേക്ക് വരല്ലേ ചെയ്യാം. അതായത് ടീച്ചറെ 2s plus 0.1 എന്ന് പറയുമ്പോൾ 2s നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും നമുക്ക് കിട്ടുക. ഓക്കെ. ടീച്ചർ എന്ത് ചെയ്തു? ഇവിടെ 0.1 raised to 2 കൊടുത്തു. ഓക്കെ. ഇനി Kst എത്രയാണ്? 2 into 10 raised to minus 50 is equal to S into 10 raised to minus 2. So S is equal to 2 into 10 raised to minus 50
divided by 10 raised to minus 2 minus 13. Say option 4 അല്ലേ? 2 into 10 raised to minus 13 ആണല്ലോ. Option 4 അല്ലേ? Option 4 ആണ്. 4 ആണ്. എവിടെ തെറ്റുപറ്റുന്നതാണ് എവിടെ? Option 4. Square എടുത്തില്ലേ കുട്ടി? ചെയ്തപ്പം into 2 വെച്ച് ചെയ്ത്. into 2 വെച്ചാ ചെയ്തല്ലേ? പവർ ആണ് വരിക കേട്ടോ. പവർ വരിക. ശ്രദ്ധിക്കണേ. Okay, miss. അവിടെ അതൊക്കെ. പവർ ആയിട്ട് വരും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. തെറ്റായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? കേട്ടോ, നേരത്തെ ചെയ്ത പോലത്തെ അതേ ക്വസ്റ്റ്യനാ കേട്ടാ. Okay, ma'am. Clear ആയി. ഓക്കെ. ഓ ലിബയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇങ്ങനെ അപ്രാന്തായി. ക്വസ്റ്റ്യൻ ചെയ്യാൻ അപ്രാന്തായി. എല്ലാം പിടിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടാ. Question kanda. The pH of 0.01 molar NaOH aqueous solution will be okay. The pH of 0.01 molar NaOH aqueous solution will be. 2 അല്ലേ? Option 3 അല്ലേ ആൻസർ? നോക്കാം. 0.01 molar NaOH. ഈ NaOH ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Na plus OH minus അപ്പൊ 0.01 മോളാറും 0.01 മോളാർ OH മൈനസ് ആണ് കിട്ടും. Okay, concentration of OH minus is equal to 0.01 molar. So POH is equal to negative log concentration of OH minus. So negative log 0.01 molar. So molar 0.01. അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് ലോഗ് 10 raised to minus 2. That is equal to 2. അല്ലേ? 2 അല്ലേ? ബുദ്ധിയുണ്ട്. എടാ ഓപ്ഷൻ 2 ഉത്തരണ്ട്. 2 കയറി കുത്തരുത് കേട്ടാ. 2 കയറി കുത്തരുത്. കാരണം ചോദിച്ചിരിക്കുന്ന pH ആണ്. ഒരു ബേസിന്റെ pH അല്ലേ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു ബേസിന്റെ pH കണ്ടുപിടിക്കാൻ നേരിട്ട് pH കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ബേസിന്റെ pH കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ pH കണ്ടുപിടിക്കാം. ഒരു ആസിഡിന്റെ pH കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ pH കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഡയറക്റ്റിന് ഇത് പറ്റില്ല. മനസ്സിലായോ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? pH plus pOH is equal to 14. So pH is equal to 14 minus pOH. That is equal to 14 minus is equal to 12. Okay, let's read option B. Okay, let's. Yes, they got it here. Yes, okay. Next question, please. In your simple ocean. Okay, simple ocean.
വായിച്ചാ വായിച്ചാ Which of the following cannot act both as a constant acid and as a constant base? ഒരുപോലെ കോൺസ്റ്റന്റ് ആസിഡ് കോൺസ്റ്റന്റ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ കോൺസ്റ്റന്റ് ആസിഡ് ബി എച്ച് പ്ലസ് എന്താ കോൺസ്റ്റന്റ് ബേസ് ജെ എച്ച് പ്ലസ് ഇത് ഗീവ് അത് ജെയിന്റെ അല്ലടാ അല്ലേ ആ ഗുഡ് 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 അപ്പോ എച്ച് ഓഫ് H plus of 1 minus H plus adding the H plus of 4 H of 1 minus in H plus minus H of 2 minus upper the option there, yeah. It is H3O3 H plus adding that H2CO3 H3O3 in H plus minus CO3 2 minus 2. അപ്പോൾ ഇത് വരില്ല ഇനി NH3 plus എന്ത് വരും NH4 plus വരും കാരണം നിങ്ങൾ ഓൺലൈൻ ആ നോൺലൈനിലേക്ക് എത്തുന്നത് NH3 plus പോയാൽ കണ്ടിട്ട് മൈനസ് ആറ് അപ്പൊ അത് active, both are active, basic active. Meaning HCl H plus adding H2Cl I tomorrow H2Cl plus I tomorrow I'm going to component HCO I'm going to say HCO I'm going to say HCl I'm going to say HCl okay meaning HCl or H plus adding CL minus അപ്പൊ ഇത് എന്താണ് ബ്രോൺസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും ബ്രോൺസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും ഓക്കെ അല്ലേ ഓക്കെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലേ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഇതൊന്ന് നോക്കിയേ ഓപ്ഷൻ എ അല്ലേ മിസ് യെസ് കാരണം എന്താണ് സോളിഡ് എന്നാല് നമ്മൾ പ്രശ്നം നോക്കില്ല ഓക്കെ നമ്മൾ ചെയ്തത് കോപ്പി പേസ്റ്റ് നമ്മൾ ചെയ്തത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ
നോക്കിയോ കേട്ടോ ശരി നോക്കാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സിമ്പിൾ ക്വസ്റ്റ്യൻ പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് അതിൽ K2 O2 gives a NO2 the equilibrium constant K1 the equilibrium constant is K2 for the reaction to NO plus O2 gives to NO2 ഈ K for this reaction അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷന്റെ K കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഒന്നാമത്തെ റിയാക്ഷന്റെ K കണ്ടുപിടിക്കാൻ ഓക്കെ അപ്പൊ ഫസ്റ്റ് എന്താ N2 N2 plus O2 gives to NO K1 ആണ് 2NO plus NO gives O2 gives to NO plus O2 gives to NO2 NO2 gives half N2 plus O2 കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ ഇതല്ലേ ക്വസ്റ്റ്യൻ ഇതല്ലേ ക്വസ്റ്റ്യൻ എടാ ഈ രണ്ട് ഇക്വേഷൻ വെച്ച് ഇവനെ ഉണ്ടാക്കണം നിങ്ങൾ നോക്കൂ ഇത് ചോദിക്കട്ടെ ഈ N02 എന്ന് പറഞ്ഞ ആള് ഈ രണ്ട് ഇക്വേഷനിൽ ഏത് ഇക്വേഷനിലാണ് കിടക്കണേ N2 ഏത് ഇക്വേഷനിലാണ് കിടക്കണേ N2 ഏത് ഇക്വേഷനിലാണ് കിടക്കണേ ഫസ്റ്റ് ഇക്വേഷനില് അതായത് N0 എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലല്ല സെക്കൻഡ് ഇക്വേഷനില് സെക്കൻഡ് രണ്ടാമത്തേലല്ലേ കിടക്കണേ ഇതിന് രണ്ടാമത്തെ ഇക്വേഷനിലല്ലേ അല്ലേ രണ്ടാമത്തെ ഇക്വേഷനിലെ പ്രോഡക്റ്റ് സൈഡിലല്ലേ കിടക്കുന്നത് നമുക്ക് ആവശ്യം റിയാക്ടൻസ് സൈഡിലല്ലേ അല്ലേ അല്ലേ റിയാക്ടൻസ് സൈഡിലല്ലേ ആവശ്യം അപ്പൊ ഇത് റിവേഴ്സ് ചെയ്തപ്പോ 1/K2 ഇനി ഇവിടെ ലോട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആവശ്യം എന്താണ് നമുക്ക് ആവശ്യം ഒരെണ്ണമാണ് അതായത് ദാറ്റ് മീൻസ് ആ ഇക്വേഷനെ ഡിവൈഡഡ് ബൈ 2 ചെയ്തില്ലേ ഓക്കെ അല്ലേ പിള്ളേരെ ഡിവൈഡ് ബൈ 2 ചെയ്യാന്ന് വെച്ചാൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ അപ്പോ 1/2 ഉറപ്പല്ലേ അപ്പോ ഈ ഇക്വേഷൻ മറിച്ചിട്ട് അതിനെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തു സോ ദാറ്റ് ബിക്കംസ് ടു ഹാഫ് K2 റേസ് ടു 1/2 അപ്പോ N0 ടേം എന്ത് ചെയ്തേക്കണം അതാണ് N0 ടേം വേണ്ടിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ മറിച്ചിട്ടു ഡിവൈഡ് ബൈ 2 ചെയ്തു ദാറ്റ് മീൻസ് പവർ 1/2 ആയി മാറി ഓക്കെ യെസ് മാം ഇനി ടീച്ചർ കാര്യം ഉണ്ടാക്കേണ്ടത് N2 ആണ് അതും എവിടെയാണ് പ്രൊഡക്റ്റ് സൈഡിലല്ല റിയാക്ടീവ് സൈഡിലല്ല അതും ടീച്ചർ സോ 1/K2 അതും ഒരു N2 ആണ് കിടക്കുന്നത് നമുക്ക് ആവശ്യം 1/2 N2 ആണ് അതിനർത്ഥം അതും 1/2 കൊണ്ട് അതിനർത്ഥം പവർ ഇട്ട് കൊടുത്തു ഇനി ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടുന്നത് അല്ലേ നോക്കിയേ 2NO2 gives 2NO plus O2 അതിന് ഡിവൈഡ് ബൈ 2 ചെയ്യും അടുത്തത് നമ്മൾ എന്താ 2NO plus gives N2 plus O2 അതിന് ഡിവൈഡ് ബൈ 2 ചെയ്തു സോ ഈ ക്യാൻസൽ NO2 gives NO plus half O2
plus n2 gives half n2 plus 4 കേട്ടോ n2 cancel ചെയ്യില്ല n2 half n2 അതിലേക്ക് മാറ്റി അല്ലേ അല്ലേ സോ ആഡിങ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ 1 by k2 k1 raised to 1 by 2. An option. Option C. അല്ലേ യെസ് മനസ്സിലാക്കിയത് രണ്ട് ഇക്വേഷൻ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണ് ആ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയത് ആ മാറ്റം അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എഫക്ട് ചെയ്യും ആ മാറ്റം അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എഫക്ട് ചെയ്യും ആ വ്യത്യാസം മാത്രമാണ് കേട്ടോ ഓക്കെ കേട്ടോ ഓക്കെ എടാ which of the following between KC and KP are not equal? KP KC equal and KP and KC not equal ആണെങ്കിൽ ഒന്നുകിൽ KP greater than KC ആവണം അല്ലെങ്കിൽ KP less than KC ആവണം ആരുടെ പിള്ളേരെ yes okay KP greater than KC ആവുമ്പോൾ NGP greater than NCR ആവണം KC ആവുമ്പോൾ NGP less than NCR ആവണം ഇതാണ് കണ്ടീഷൻ അപ്പോ ഇതിലെ എത്രയാണോ ഇത് സെയിം ഇത് വരിക ഇത് വലിയ സെയിം ഇത് സെയിം വലിയ ഇത് 1 2 2 1 അതായത് ഇതിലെ KP greater than KC ആയിരുന്നു ഉറപ്പല്ലേ അല്ലേ yes okay so full question read after question read होगा है ना इतने करो എന്തായാലും കമ്പനിയുടെ തന്നെയാണ് വളരെ 5 മിനിറ്റ്സ് കൂടെ ഉള്ളൂ നമ്മുടെ എന്താണ് വെബിനാർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ 4 മിനിറ്റ് 3 മിനിറ്റ്സ് ഉള്ളോ സോ നിങ്ങൾ എല്ലാവരും ഇഷ്ടമായിട്ട് വീണ്ടും ആ വെബിനാറിൽ അറ്റൻഡ് ചെയ്യണം കേട്ടോ വെബിനാറിൽ നിന്ന് സെറ്റ് ചെയ്യണേ Okay, ma'am. Yes, conjugate base of Bronsted acid H2O and HFO. Bronsted base of and the conjugate base of Bronsted acid H2O and HFO. Base ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബേസ് കണ്ടുപിടിക്കാൻ എന്താണ് conjugate base എന്ന് പറയുന്നത് എന്താണ് സബ്സ്റ്റൻസ് മൈനസ് എച്ച് പ്ലസ് ആണ് സോ H2O നിന്ന് എച്ച് പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ OH മൈനസ് വരും അല്ലേ ആൻഡ് HF നിന്ന് എച്ച് പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ എഫ് മൈനസ് വരും ഓക്കെ option B. Okay, right? Okay, Yes, ma'am. Clear. yes. Okay.